നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 16 രാത്രി 11:40 PM സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 3 രാശിക്കാർക്ക് നേട്ടമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു രാശിക്ക് സൂര്യൻ അനുകൂലമാണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ ഒഴിവാക്കുന്നു. 3 രാശിക്ക് നേട്ടമാണ്. പിന്നെ സൂര്യൻ മിത്ര രാശിയായ കർക്കിടകത്തിലേക്ക് വരികയാണ്. ഓക്കെ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സൂര്യന് കൂടുതൽ പവർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സൂര്യൻ അനുകൂലമായിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാം. എങ്കിലും ഞാൻ അറിവില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. തൊഴിൽ ലാഭം, സന്താന നേട്ടം, പിതൃഗുണം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യൻ്റെ അനുഗ്രഹങ്ങൾ. ഈ വകുപ്പുകളാണ് സൂര്യൻ കൈകാര്യം ചെയ്യുന്നത്, തൊഴിൽ വകുപ്പ് ഒക്കെ. അപ്പോൾ അത് അല്പം വിശദമായിട്ട് പറയുകയാണെങ്കിൽ, സൂര്യൻ തൊഴിൽ ലാഭം എന്ന് പറയുമ്പോൾ തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാം. പിന്നെ തൊഴിലുള്ളവർക്ക് തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാവും. തൊഴിൽ രംഗത്ത്, കർമ്മരംഗത്ത് നേട്ടമുണ്ടാവും. ശമ്പളം വർദ്ധിച്ചെന്ന് വരാം, പണ്ട് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരാം. പിന്നെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയേക്കാം. പിന്നെ ജോലിയുള്ളവർക്ക് തന്നെ ചിലപ്പോൾ കൂടുതൽ ശമ്പളത്തോടുകൂടി മറ്റൊരു ജോലിക്ക് ശ്രമിക്കാം, കിട്ടുകയും ചെയ്യും. പിന്നെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിതാവിന് എന്തെങ്കിലും അസുഖമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ശമിക്കാൻ ഇടവരും. അതുപോലെ പിതൃസ്വത്ത് ലഭിക്കാം. പിതാവിൻ്റെ കെയർ ഓഫിൽ നിരവധി നേട്ടങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ ഗുരുതുല്യരായവരുടെ അനുഗ്രഹം കിട്ടും. അതുപോലെ തന്നെ മേലധികാരികളുടെ അനുഗ്രഹം കിട്ടും, പ്രീതിക്ക് പാത്രമാവും. ഓക്കെ, മേലധികാരികളുടെ തൊഴിൽപരമായിട്ട് പല നേട്ടങ്ങൾ, പിതൃഗുണം, അതുപോലെ തന്നെ സന്താന നേട്ടം എന്ന് പറയുമ്പോൾ മുതിർന്ന സന്താനങ്ങൾ വഴി പ്രായമായ അച്ഛനും അമ്മയ്ക്കും നേട്ടമുണ്ടാവും. പതിവിൽ കഴിഞ്ഞ രീതിയിലുള്ള നേട്ടമുണ്ടാവും. പിന്നെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാവാം. പിന്നെ കുട്ടികളാണ്, സ്കൂൾ കുട്ടികളോ മറ്റോ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം വരാം. പിന്നെ മറ്റ് മേഖലയിലും അവർക്ക് നേട്ടം വരാം. ഇങ്ങനെയൊക്കെയാണ് സൂര്യൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ സൂര്യൻ പൊതുവെ 3, 6, 10, 11 ഭാവങ്ങളിലാണ് പരമാവധി നേട്ടം, അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇടവൻ രാശിയെക്കുറിച്ച് ആദ്യം പറയുന്നു. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് കർമ്മ രംഗത്ത് നേട്ടമുണ്ടാവും. ഓക്കെ, 3-ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്, ഇടവൻ രാശിയുടെ. അപ്പോൾ ഇവർക്ക് കുടുംബപരമായിട്ടുള്ള, അതായത് നേരത്തെ പറഞ്ഞ ഗുണങ്ങൾക്ക് പുറമേ ഇവർക്ക് സ്പെഷ്യലായിട്ട് കുടുംബപരമായിട്ട് നേട്ടമുണ്ടാവും. കുടുംബജീവിതം സമാധാനപരമാവും. അതുപോലെ മാനസികമായ ഒരു പ്രത്യേക ഊർജം ഇവർക്ക് കിട്ടും.
പിന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവരുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ടാവും. ഇതൊക്കെയാണ് ഇടവൻ രാശിയുടെ പ്രധാനപ്പെട്ട ഫലങ്ങൾ. അത് മാത്രമല്ല, ഇടവൻ രാശിക്ക് ചൊവ്വ മാത്രമാണ് ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. സൂര്യൻ, ശനി 11-ാം ഭാവത്തിലാണ്. ശുക്രൻ അനുകൂലമാണ്. അതുപോലെ തന്നെ ബുധനും അനുകൂലമാണ്. അപ്പോൾ പൊതുവെ സൂര്യൻ്റെ സാധാരണ നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് കുടുംബസൗഖ്യം, സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി വലിയ കാര്യങ്ങൾ നേടാൻ പറ്റും. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് സാധാരണ രീതിയിലുള്ള സൂര്യൻ്റെ നേട്ടങ്ങൾക്ക് പുറമെ ഇവർക്ക് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് സൂര്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ തീർച്ചയായിട്ടും ധനവരവ് കൂടും. അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യം പൊതുവെ ലഭിക്കും. പ്രത്യേകിച്ച് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിലും പിതാവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലും സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ പരമാവധി ഭാഗ്യവും സൂര്യൻ്റെ അനുഗ്രഹവും ഒക്കെ കിട്ടും. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്കും അനുകൂലമാണ്. അത് ഇവരുടെ കർമ്മഭാവത്തിൽ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള പരമാവധി നേട്ടങ്ങൾ ആണ് ഇവർക്ക് സൂര്യൻ്റെ സാധാരണഗതിയിലുള്ള അനുഗ്രഹങ്ങൾക്ക് പുറമേ ഇവർക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്നത്. അത് മാത്രമല്ല, സൂര്യനും വ്യാഴവും കർമ്മഭാവത്തിലാണ്. അപ്പോൾ കർക്കിടക മാസം മുഴുവൻ അത് മാത്രമല്ല, കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസത്തിലും ഇവർക്ക് നേട്ടമാണ്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരും സൂര്യൻ. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെടുന്നത് തൊഴിൽ രംഗമാണ്. കാരണം സൂര്യനും കർമ്മഭാവത്തിലാണ്, വ്യാഴവും കർമ്മഭാവത്തിലാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം 100% ഉറപ്പിക്കാം. പരമാവധി സാധ്യത ഞാൻ നേരത്തെ ആദ്യം മുതൽ പറയുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ഇവർക്ക് സാധാരണ സൂര്യൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമെ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. ചിങ്ങമാസത്തിലും ഇവർക്ക് സൂര്യൻ അനുകൂലമാണ്. അവിടെയും ഇവർ സ്കോർ ചെയ്യുകയാണ്. അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.